ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ട് പുതിയ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡും ഒരു എയർ ക്രെഡിറ്റ് കാർഡും. അതായത് ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡും എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡും ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരെണ്ണം ഒരു ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡും ഒരെണ്ണം നമ്മുടെ ഒരു ട്രാവലേഴ്സ് ക്രെഡിറ്റ് കാർഡും എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക പാക്ഡ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഓഫേഴ്സും ഫീച്ചേഴ്സും ഒക്കെ ആയിട്ടാണ് ഈ കാർഡുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് കാണത്തിൽ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണാനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ രണ്ട് കാർഡുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ കാർഡിന് നമുക്ക് ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ആനുവൽ ചാർജും ജോയിന്റ് ചാർജും വരുന്നത് 750 രൂപ പ്ലസ് GST ആണ്. അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ഉണ്ട്. 2 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേവ് ഓഫ് ചെയ്ത് കിട്ടും. പിന്നെ വെൽക്കം ബെനിഫിറ്റ് കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡിൽ. പക്ഷേ നമുക്ക് റിവാർഡ് റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ഓൺ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്സ്, ഗ്രോസറീസ്, എന്റർടൈൻമെന്റ് പർപ്പസിനൊക്കെ നമുക്ക് 5% കിട്ടും. 3% സ്പെൻഡ് ഓൺ ഫ്യൂവൽ സ്പെൻസ്. അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് 3% സ്പെൻഡ് ഫ്യൂവൽ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ അതിൽ ക്യാഷ് ബാക്ക് എന്നല്ല പറയുന്നത്, റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത്. നോക്കിയൊക്കെ നമുക്ക് എന്തായാലും. പിന്നെ ബാക്കി എല്ലാത്തിനും 0.5% ക്യാഷ് ബാക്ക് ഓൺ ഓൾ അതർ എലിജിബിൾ സ്പെൻസ് ആണ്. എന്താ വെച്ചാൽ ഇതിൽ പറയുന്നത് ക്യാഷ് ബാക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വഴിയെ പറയാം. പിന്നെ ഫ്യൂവൽ സർചാർജ് വേ ഓഫ് വരുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേ ഓഫ് വരുന്നുണ്ട്. 500-ൻ്റെയും 4,000-ൻ്റെയും ഇടയിൽ അടിക്കുമ്പോൾ കേട്ടോ. അത് മാക്സിമം 3,500 ഒരു കൊല്ലത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. എയർപോർട്ട് ലോഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. ഫോറക്സ് ചാർജ് 3.15% വരുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡ് ഈസ് എ ബേസിക് എവരിഡേ യൂസ് കാർഡ്. വൈ മറ്റത് എയർ പ്ലസ് കാർഡ്. ഇനി നമുക്ക് എന്തായാലും എയർ പ്ലസിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് പറയാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ വഴിയെ ബാക്കിയുള്ളതൊക്കെ പറയാം. എയർ പ്ലസ് ക്രെഡിറ്റ് കാർഡിന് നോക്കുകയാണെങ്കിൽ 3,000 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ ഇത് എൻട്രി ലെവൽ കാർഡൊന്നും പറയാൻ പറ്റില്ല, മീഡിയം കാറ്റഗറിയിൽ വരുന്ന കാർഡൊന്നും പറയാൻ പറ്റില്ല. ആനുവൽ ഫീ വേ ഓഫ് ഇല്ല ഇതിന്. വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 2,500 എയർ മൈൽസ് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ റിവാർഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5 എയർ മൈൽസ് ആണ് എവരി 100 rupees ട്രാവലിംഗ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതും ത്രൂ കോട്ടക് അൺബോക്സ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 എയർ മൈൽസ് പെർ 100 rupees സ്പെൻഡ് ചെയ്യാൻ മാത്രമേ കിട്ടുള്ളൂ ബാക്കി അതർ സ്പെൻസിനൊക്കെ. പിന്നെ ഫ്യൂൽ സർചാർജ് വേ ഓഫ് ഇതിനുണ്ട് 1%. 400-ൻ്റെയും 750-ൻ്റെയും 7,500-ൻ്റെയും ഇടയിൽ അടിക്കുകയാണെങ്കിൽ കേട്ടോ. എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് 4 ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസും 2 ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസും കിട്ടുന്നുണ്ട്. ഫോറക്സ് ചാർജ് കുറവാണ്, 2% മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാർഡിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇത് ആക്ച്വലി ക്യാഷ് ബാക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മുടെ ഫ്യൂവൽ സ്പെൻസിന് നമുക്ക് ക്യാഷ് ബാക്ക് പ്ലസ് ക്രെഡിറ്റ് കാർഡ് അടിക്കുമ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു മെയിൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ നോർമലി നമുക്ക് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡിൽ പോലും ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടാത്ത ഒരു പരിപാടി സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ആക്ച്വലി ഇപ്പോൾ ഒരു പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പിംഗ് എന്തായാലും ഈ സാധനത്തിനൊക്കെ ക്യാപ്പിംഗ് ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഒരു പുറത്ത് വിട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല. അത് ആക്ച്വലി അവർ ലോഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കോട്ടക് ബാങ്ക് നിങ്ങൾക്ക് അറിയില്ല, കുറേ കാലം ഇതുപോലെ RBIയുടെ അണ്ടറിൽ ബാൻഡായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ ഇത്രയും കാലം ഒരു പുതിയ കാർഡുകളൊന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കാർഡുകൾ ഇപ്പോൾ റീസെൻ്റ്ലി അടുപ്പിച്ച് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ്. കസ്റ്റമേഴ്സിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്, കൺസ്യൂമർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കാർഡുകൾ കിട്ടും. അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ കോട്ടക്കിൻ്റെ നിങ്ങൾക്ക് അറിയാം ഏത് ബാങ്കിൻ്റെ ആയാലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ പ്രയോറിറ്റി കൂടുതലാണ്. അല്ലാണ്ട് അക്കൗണ്ട് ഇല്ലെങ്കിൽ കിട്ടില്ല എന്നല്ല, അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി എന്നതാ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോട്ടക്കിൻ്റെ 21 അക്കൗണ്ട് കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ തെറ്റിയിരിക്കേണ്ട. ഞാൻ ഡെയിലി ലാസ്റ്റിൽ പറഞ്ഞു പ്രൊമോഷൻ വിചാരിക്കേണ്ട. എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ കോട്ടക്ക് 21 പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, സീറോ ബാലൻസ് അക്കൗണ്ട് ഞാൻ കുറേ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം തന്നെ വേണമെങ്കിൽ ഞാൻ അതിനെ പറയും. എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് എടുത്താൽ തന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ക്രെഡിറ്റ് കാർഡ്സുകളും ലോൺസൊക്കെ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു മാസത്തിനുള്ളിൽ 1.5 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ഓഫറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കയറി നോക്കി നോക്കാം, jmp.banksupport.in നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെല്ലാ ഡീറ്റെയിൽസും കിട്ടും, അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്തായാലും കോട്ടക്കിൻ്റെ 21 അക്കൗണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വൈൻഡപ്പ് ചെയ്യാം, മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് കാണാം.